വചനം തിരുവചനം മാനവരക്ഷാവചനം. ഓഹോ, ഇതെന്നാ ഇന്ന് പതിവില്ലാണ്ട് ബൈബിൾ വായനയും പഠിത്തമൊക്കെ? മമ്മി അറിഞ്ഞില്ലേ നമ്മുടെ ഇടവകയിലൂടെ രൂപതയിൽ നടത്തുന്ന നല്ല നല്ല മത്സരത്തെ കുറിച്ച്? ഓ, വികാരി അച്ഛൻ പറയുന്നത് കേട്ടു. അതെ, അച്ഛൻ പറഞ്ഞത് തന്നെ. നമ്മുടെ ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ 2025 ജൂബിലി വർഷത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മാതൃവേദി പിതൃവേദി സംഘടനകളുടെ രൂപതയുടെ ജൂബിലിയോടനുബന്ധിച്ച് ഫാമിലി അപ്പോസ്റ്റലേറ്റ് നടത്തുന്ന ഒരു മത്സരമാണിത്. ഇതിനകത്ത് നമ്മൾ കൂടുതലും വചനം വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് വചനം പഠിക്കാനും ഈശോയെ കൂടുതൽ അറിയാനും ഇതുവഴി നമുക്ക് സാധിക്കും. മോളെ, എന്നാ ഒരു കാര്യം ചെയ്താലോ? നമുക്കും പഠിച്ചാലോ? നമുക്കും ചേരാലോ. ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർക്ക് വരെ ഇത് നമുക്ക് ചേരാവുന്നതാണ്. പിന്നെ നമുക്ക് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടും. ഓ, ബൈബിൾ മുഴുവൻ പഠിക്കണോ? ബൈബിൾ മുഴുവൻ പഠിക്കണ്ട. കാഞ്ഞിരപ്പള്ളി രൂപത നിർദ്ദേശിച്ചേക്കുന്ന ഭാഗത്ത് മാത്രം പഠിച്ചാൽ മതി. അത് സുവിശേഷങ്ങളിൽ നിന്നും നടപടി പുസ്തകത്തിൽ നിന്നുമാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ വചനം പഠിക്കുകയും അതിനനുസരിച്ച് നമുക്ക് വളരാൻ അതുവരെ സാധിക്കുന്നതാണ്. സുവിശേഷം എന്ന് പറഞ്ഞ മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. നടപടി പുസ്തകം എന്ന് പറഞ്ഞ അപ്പസ്തോല പ്രവർത്തനം. പഠിപ്പിക്കാവല്ലോ മോനെ. ലൂക്ക 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അവനെ വചനം പറയാമോ? ലൂക്ക 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. വചനം തിരുവചനം മാനവരക്ഷാവചനം. വചനം തിരുവചനം ജീവനേകും വചനം.